അയ്യോ. യെസ്, കേട്ടു. ഓക്കെ ഓക്കെ. ഞാൻ തെറ്റായ. ഓക്കെ, നമുക്ക് നാലാമത്തെ അധ്യായത്തിലേക്ക് പോകാം. നാലാമത്തെ അധ്യായം എങ്ങനെ എബ്രായ ഭാഷ കുഴപ്പങ്ങളിലൂടെ സംരക്ഷിക്കപ്പെട്ടു. നമ്മൾ മൂന്നാം അധ്യായം നോക്കിക്കണ്ടത് എങ്ങനെയാണ്? ഒരു വലിയ കുഴപ്പത്തിലൂടെയാണ്, അല്ലെ? ഒരു വലിയൊരു കുഴപ്പം അവിടെ സംഭവിച്ചു ഷീനാർ താഴ്വരയിൽ. അതിനുശേഷം നമ്മൾ എങ്ങനെ അത് സംരക്ഷിക്കപ്പെട്ടു. ഗോപുരം ഇടിഞ്ഞു വീണ നാവുകൾ തകർന്ന ഗ്ലാസ് പോലെ ചിതറിയപ്പോൾ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ ദൈവം ശുദ്ധമായ യഥാർത്ഥ ദിവ്യപ്രവാഹം, ദ ഒറിജിനൽ ഡിവൈൻ സ്ട്രീം ഉണ്ടായിരുന്നു. ഒരു ഭാഷയായിരുന്നു, അല്ലെ? ആ ഒറിജിനൽ ഡിവൈൻ സ്ട്രീമിന്റെ ഫോം, അതായത് ശുദ്ധമായ ഭാഷയുടെ യഥാർത്ഥ ദിവ്യപ്രവാഹം നഷ്ടപ്പെട്ടിരിക്കാം. നഷ്ടപ്പെട്ടിരിക്കാം. കാരണം നമ്മൾ നോക്കുമ്പോ, എങ്ങനെയാ നമ്മൾ നോക്കുമ്പോ, ആദം മുതൽ ഇങ്ങനെ കടന്ന് 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 വന്നിട്ട് ഇവരെല്ലാവരും സംസാരിച്ചത് ദൈവം കൊടുത്ത ഭാഷയാണ്. ദൈവം, ഞാൻ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആദാമിന്റെ വായില് ദൈവം നിശ്വസിച്ചപ്പോൾ വിശ്വസിച്ചപ്പോൾ അത് അത് ദൈവം ആ നിശ്വാസം കൊടുത്തപ്പോൾ ആദം ഇങ്ങനെ ഊർന്ന് വലിച്ചു. ആ വലിച്ചപ്പോൾ അവന്റെ ആദത്തിന്റെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വന്ന ഭാഷകളുണ്ട്. കാരണം ആദം, ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, 1-ാമത്തെ ഇതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. കാരണം ആദം ഓരോ മൃഗത്തിനെയും വെള്ളത്തെയും ഭൂമിയിലുള്ള ചരാചരങ്ങളെ എല്ലാം നോക്കിയിട്ട് പേരിടാൻ പറഞ്ഞു. അപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്ന് പറയാം. ഞാൻ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് പലരും. ആദം ആരെ നോക്കി? പട്ടിക്കുഞ്ഞിനെ നോക്കി, നായക്കുട്ടിയെ നോക്കി. നായക്കുട്ടിയെ നോക്കിയിട്ട് എന്തു വിളിച്ചു? കേലം. കേലം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: മനുഷ്യന്റെ ഹൃദയപ്രകാരമുള്ള ജന്തു അല്ലെങ്കിൽ മൃഗം. അതാണ് കേലവിന്റെ അർത്ഥം. ഇന്നേ വരെ മനുഷ്യന്റെ ഹൃദയപ്രകാരമുള്ള ഒരു 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 ജീവിയാണ് നായ്ക്കുട്ടി എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം അതാ. കാരണം ആദം നോക്കിയത് എവിടെയാണെന്നറിയാമോ? അവന്റെ കണ്ണിലേക്കല്ല, അവന്റെ മുഖത്തേക്കല്ല, അവന്റെ ആത്മാവിൽ, DNA നോക്കിയിട്ടാണ് ആ ആദം പേരിട്ടിരിക്കുന്നത്. കാരണം ആദം എല്ലാത്തിനും പേരിട്ടത് അങ്ങനെയാണ്. നമ്മൾ എബ്രായ ഭാഷ പഠിച്ചിട്ട് അതിന്റെ ഓരോ അർത്ഥങ്ങൾ നോക്കുമ്പോൾ കണ്ടാൽ ഞെട്ടിപ്പോവും. ഓരോ ജീവിയുടെയും ആ ആ എന്താണ് ആ പേര്, ആ പേരിന്റെ അകത്തുള്ള ആഴത്തിൽ നിന്നിട്ടാണ് ആ ആദം പേരിട്ടിരിക്കുന്നത്. കേലബ്. നമ്മൾ പിന്നെ കേലബ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കാണും. എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഇഷ്ടങ്ങളെ നിവർത്തിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് അത്രയും പ്രായത്തിലും പറഞ്ഞത്, ഇല്ല, എന്റെ യജമാനൻ എന്തു പറയുന്നോ അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞത്. കാരണം ഒരു നായ്ക്കുട്ടി എടുത്ത് നോക്കി, ആ യജമാനൻ എന്തു പറയുന്നോ അത് ചെയ്യും. തീ ചാടാൻ പറഞ്ഞ തീ ചാടും. കാരണം അത്രയ്ക്കും അനുസരണ ആ നായ്ക്കുട്ടികൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ കേലബിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. എന്നാൽ ദൈവം ഒരു ശേഷിപ്പ് സംരക്ഷിച്ചു. നഷ്ടപ്പെട്ടു പോയതിൽ ദൈവം ഒരു ശേഷിപ്പ് സംരക്ഷിച്ചു. ഇതിലൂടെ ഷേം എന്നൊരു മനുഷ്യനെ നമുക്ക് കാണുവാൻ പറ്റും ബൈബിളിൽ. ഷേം. ഷേം ആരാണ്? നോഹയുടെ പുത്രനാണ്. ഷേം. ഷേം, നിങ്ങൾ ആ പദം ഓർത്തു വെച്ചോ. ഷേം. ഈ ഷേമിൽ നിന്നാണ് ഷേമിയ വംശം തന്നെ പുറപ്പെട്ടു വരുന്നത്. ഷേമിൽ നിന്നാണ് ഷേമിയ വംശം തന്നെ പുറപ്പെട്ടു വരുന്നത്. അപ്പൊ ഷേമിയ വംശം എന്ന് പറയുന്നത് ആരൊക്കെയാ? അക്കാഡിയന്മാർ, ഫിനിഷ്യന്മാർ, അറബികൾ, എബ്രായന്മാർ, ഇവരെല്ലാവരും ഷേമിയ വംശത്തിൽപ്പെട്ടവരാണ്. അരാമികർ. ഓക്കെ, നമ്മൾ അതിൻ്റെയൊക്കെ അധ്യായങ്ങൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. നിങ്ങൾ അത് നോക്കി പഠിക്കണം. ഓക്കെ, ഷേം. ആ പേരിന്റെ അർത്ഥം എന്താണെന്ന് ആ ആ പേരിന്റെ അകത്തു തന്നെയുണ്ട്. ഷേമിന്റെ അർത്ഥം പേര് എന്നാണ്. പേര്. ഷേമിന്റെ അർത്ഥം എന്തുവാ?
പേര്. നെയിം എന്നാണ് ഷേമിന്റെ തന്നെ അർത്ഥം. അതായത് ദൈവം വീണ്ടും പേര് ചൊല്ലി വിളിക്കുന്നു. എന്തുവാ? ഒരു ഭാഷയിലേക്ക്, ഒരു 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 വംശത്തിലേക്ക്, ഒരു ഗോത്രത്തിലേക്ക് കടന്നു കയറുവാനായിട്ടുള്ള ആ ഒരു പേരിനെ അല്ലെങ്കിൽ വ്യക്തിയെ നോക്കി വിളിക്കുന്നു. അടുത്തൊരു അർത്ഥം കൂടെ പറയാം. ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിച്ച് ഒരു പദവി കൊടുക്കുന്നു. അതും കൂടെ അർത്ഥമുണ്ട് ഷേം എന്നുള്ള ആ പദത്തിന്. ബാബിലോണിൽ നിന്നും വിളിക്കപ്പെട്ട ഷേമിന്റെ പിൻഗാമിയാണ് അബ്രഹാം. കണ്ടോ? ബാബിലോണിൽ നിന്നും ഒരു വ്യക്തിയെ വിളിക്കുന്നു, അബ്രഹാമേ ഇറങ്ങി വരിക. ആ വിളി, ആ പേരിന്, ആ വിളിച്ച് ഇറക്കുക പേരിന്. അപ്പോൾ ആ ഷേമിന്റെ പിൻഗാമിയാണ് അബ്രഹാം. അപ്പോ പേരില് വിളിച്ച് ഇറക്കിയ വ്യക്തിയെ കൊണ്ട് ദൈവം നടത്തി 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 ദൈവം അതിലൂടെ ഒരു തലമുറയെ കൊടുത്തു. ആ തലമുറയിലൂടെ എന്തു ചെയ്തു? ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു 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 കുടുംബത്തെ വീണ്ടും ഉണ്ടാക്കി. അബ്രഹാം, ഐസക്, ഐസക് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇസഹാക്ക് കഴിഞ്ഞിട്ട് പിന്നെ ആരാണ്? യാക്കോബ്. യാക്കോബിലൂടെ ഒരു ഗോത്രം വന്നു. ആ ഗോത്രം പിന്നെ നമ്മൾ കാണുന്നത് 12 മക്കൾ. അവർ നടന്ന് നടന്ന് എങ്ങോട്ട് പോയി? അവർ നടക്കാൻ പാടില്ലായിരുന്നു, പോയിട്ട് തിരിച്ചു വരണമായിരുന്നു. പക്ഷെ അവർ പോയി, അവരവിടെ അടിമകളാണ്. അതിനൊക്കെ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് അവരവിടെ പോയതും അവിടെ നിന്നതും, എന്തുകൊണ്ട് അവർ നിന്നു പോയതും ഒക്കെ കാരണങ്ങളുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അവര് മിസ്രൈമിൽ നിന്നു. അവരവിടെ നിന്നിട്ട് എന്തായി? പിന്നെ ഒരു രാഷ്ട്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു രാഷ്ട്രം, ഒരു രാജ്യമായിട്ട് മാറി. ആ രാജ്യത്തെ ദൈവം അവിടുന്ന് അവരെ സ്വതന്ത്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകും, വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവർക്ക് ഒരു സിവിക് സൊസൈറ്റിയുടെ, ഒരു സാമൂഹ്യ പരമായ ഘടനയുടെ, അതില് എല്ലാം ഭാഷാപരം, അവരെങ്ങനെ നിൽക്കണം, അവരെങ്ങനെ മുടി ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എന്തു പറയണം, എങ്ങനെ ആയിരിക്കണം, അവരുടെ ഉത്സവങ്ങൾ എല്ലാം ദൈവം കൃത്യമായി വിഭജിച്ച് ഓരോ രീതിയിലും ദൈവം അവര് നടക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി ദൈവം ഒരുക്കണം. എന്തിനാണെന്നറിയാം കാണിച്ചത്? ഇങ്ങനെയാണ് ഒരു സമൂഹം ജീവിക്കേണ്ടതും, ഒരു സമൂഹം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതും, ഒരു സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനത്തെ മാത്രം ദൈവം വേർതിരിച്ചെടുത്തത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ജനതയെ നോക്കി വേണം മറ്റ് ജനതകൾ പഠിച്ച് ഈ ജനത്തെ പോലെ ആയിത്തീരുവാൻ. അതായത് ദൈവത്തിന്റെ സാക്ഷികളായിട്ടും ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നുള്ളതായിരുന്നു ഈ ജനത്തിന് ദൈവം കൊടുത്ത ഒരു ഉടമ്പടി. ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്. വചനത്താൽ രൂപപ്പെടുത്തിയ ഒരു ഉടമ്പടി രാഷ്ട്രമാണ് ഇസ്രായേൽ. വചനത്താൽ രൂപപ്പെടുത്തിയ ഒരു ഉടമ്പടി രാഷ്ട്രമാണ് ഇസ്രായേൽ. ലോകം ശിഥിലമാകുമ്പോഴും ആയപ്പോഴും രക്തബന്ധത്തിലൂടെയും വാഗ്ദത്തത്തിലൂടെയും ദൈവം എബ്രായ ഭാഷയെ ജീവനോടെ നിലനിർത്തി. എബ്രായ പ്രവാസം, അടിമത്വം, ചിതറിപ്പോക്കൽ, മരണം എന്നിവയെല്ലാം ഈ ഭാഷ അതിജീവിച്ചു. അത് ശക്തമായിരുന്നത് കൊണ്ടല്ല, മറിച്ച് അത് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടാണ്. ഇന്നും നമ്മൾ ഇത് പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവര് വെറും മനുഷ്യർ, അവർ തകർക്കുവാനായിട്ട് പറ്റും. പക്ഷെ അവർ ഇന്നും തകർക്കാൻ പറ്റാതെ അവർ നിൽക്കുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത്, അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം എന്നുള്ള നിലയിൽ. തോറ, 5 പുസ്തകങ്ങൾ, പ്രവാചകന്മാർ, സങ്കീർത്തനങ്ങൾ, ചുരുളുകൾ എല്ലാം ഈ വിശുദ്ധമായ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലഷോൻ ഹാ കദോഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലഷോൻ ഹാ കദോഷ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഭാഷ. കദോഷ് എന്ന് പറഞ്ഞാൽ വിശുദ്ധം, ലഷോൻ എന്ന് പറഞ്ഞാൽ ഭാഷ. ലഷോൻ ഹാ കദോഷ് എന്ന് പറഞ്ഞാൽ, അത് ഇംഗ്ലീഷിലും ഇങ്ങനെ വരുമ്പോൾ
ദ ഹോളി ലാംഗ്വേജ്. ഹ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു ബഹുമാന്യമായ പദത്തെയാണ് കാണിക്കുന്നത്. നമ്മള് മലയാളത്തിലെ മലയാളത്തിൽ അത് എങ്ങനെയാണ് എന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല. പക്ഷെ മലയാളത്തിൽ നമ്മൾ ആദരവോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ദ ദ എന്ന് ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു ഇൻഫിനിറ്റി നാമമാണ് അല്ലെ, ഒരു ഇൻഫിനിറ്റി ഇതാണ്. ദ ബൈബിൾ, ദ ഹോളി ബൈബിൾ എന്നേ നമ്മൾ പറയത്തുള്ളൂ. ദ ഫാദർ ഗോഡ് എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ ഹ എന്നുള്ളത് അതിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ആത്മീയമായ അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഹ എന്നുള്ള പദം എന്താണ്? നമ്മൾ പഠിച്ചു, ജീവശ്വാസം, ദൈവത്തിന്റെ വെളിപ്പാടുകൾ നിറഞ്ഞത്, ദൈവത്തിന്റെ ശ്വാസം നിറഞ്ഞ ഭാഷ. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റേത്, ഞാൻ ഈ ഹ ദ എന്ന് പറഞ്ഞത് അത് ലാംഗ്വേജിന്റെ സ്റ്റഡിയിൽ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ആഴത്തിലോട്ട് ഇറങ്ങുമ്പോൾ എന്താണ് ഹായിനെ കാണുന്നത്? ദൈവം ശ്വസിച്ച ഭാഷ, ദൈവം തൊട്ട ഭാഷ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ നിറഞ്ഞ ഭാഷ. അതുകൊണ്ടാണ് ലഷോൻ ഹക്കത്തോഷ്. ഓക്കെ. റോം ജെറുസലേമിനെ തകർത്തപ്പോഴും തെരുവുകളിൽ നിന്നും എബ്രായ ഭാഷ മങ്ങിപ്പോയി. ശാസ്ത്രിമാർ അത് എഴുതിക്കൊണ്ടിരുന്നു, പുരോഹിതന്മാർ മന്ത്രിച്ചു കൊണ്ടിരുന്നു, വിശ്വാസ ജനതകൾ ആ പ്രാർത്ഥനയിൽ ആലെഫിനെയും തൗവിനെയും മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ മുഴുവൻ ബൈബിളും ഞാനിവിടെ പറഞ്ഞു തീർത്തു. കാരണം ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ്, ദാവീദിന്റെ കാലഘട്ടം കഴിഞ്ഞ്, ശലോമോന്റെ കാലഘട്ടം കഴിഞ്ഞ്, ശലോമോന്റെ മകന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോ ഇവരെ ബാബിലോണിയൻകാരും പിടിച്ചുകൊണ്ട് പോയി, പേർഷ്യക്കാരും പിടിച്ചു അല്ല ബാബിലോണിയൻ ഇവര് രണ്ട് തരത്തില് സാമ്രാജ്യത്തിന്റെ കീഴിൽ നിന്നുപോയി. ഈ നിന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. കാരണം ഇവർ പിടിച്ചുകൊണ്ട് പോയെങ്കിലും ഇവർ ചില ആൾക്കാർ ഈ ഭാഷ മറന്നിട്ടില്ല. അവരത് ഓർത്തു വെച്ച് അവർ തിരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ ഈ ഭാഷയെ അവർ പുനർക്രമീകരിച്ചു. നെഹമ്യാവ്, യസ്ര, സക്രിയാവ്, മലാക്കി പോലെയുള്ള വ്യക്തികളിലൂടെ, പ്രവാചകന്മാരിലൂടെ, ശാസ്ത്രീയമാരിലൂടെ അവർ ഈ ഭാഷയെ പുനർക്രമീകരിച്ച് അവർ വീണ്ടും തോറകൾ എഴുതി പ്രവചിച്ചു. അവർ എന്ത് ചെയ്തു? പിന്നെ തുടർന്ന് വന്ന ആൾക്കാർ അതിനെ വീണ്ടും രൂപപ്പെടുത്തി. ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ ആലഫ് തൗവിനെ മന്ത്രിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. അതൊരിക്കലും മായ്ച്ചു കളയുവാൻ കഴിയില്ല. അത് മറഞ്ഞിരിക്കുവാനും കഴിയുന്നതല്ല. അത് വീണ്ടും വീണ്ടും പുനർജനിക്കുവാൻ കാത്തു നിൽക്കുന്ന ഒരു ഭാഷയാണ്. ചിതറിപ്പോയതിനെ ആത്മാവ് എപ്പോഴും അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. ഞാൻ ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വീണ്ടും പോകാം. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ഒരു കൂട്ടർ തെറ്റ് ചെയ്തപ്പോൾ അതിനെ എടുത്ത് മാറ്റി എറിഞ്ഞു കളഞ്ഞു. അതിൽ ദൈവത്തിന്റെ റൂഹ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണിത്. കാരണം മനുഷ്യൻ തെറ്റിലേക്ക് പോയപ്പോൾ അവന് കൊടുത്ത ഭാഷയും ചിതറിക്കപ്പെട്ടു. ഈ ലോകത്തിന്റെ പല കോണിലേക്കും ചിതറിക്കപ്പെട്ടു. പക്ഷേ സമയമാകിയപ്പോൾ ദൈവം തന്നെ ആ ചിതറിപ്പിച്ചതിനെ ഒരുമിച്ച് കൂട്ടി ഒരു സ്ഥലത്ത് വെച്ച് അതിന് വീണ്ടും ജീവൻ പ്രാപിക്കുകയും വികാസം പ്രാപിക്കുകയും ചെയ്യുന്നത് കണ്ടോ? ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്ത് ചിതറി കിടന്ന് ഞാനും നിങ്ങളും ഈ ഭാഷയിലൂടെ എത്തി നോക്കാൻ ശ്രമിക്കുന്നു. ഇത് പഠിക്കാൻ ശ്രമിക്കുന്നു, വായിക്കാൻ ശ്രമിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുവാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഫോക്കസ് അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ. അപ്പോൾ ബാബേലിൽ ഭാഷ ആളുകളെ ഭിന്നിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെന്തക്കോസ്തിൽ ആത്മാവിറങ്ങി പെട്ടെന്ന് എല്ലാവർക്കും അവരവരുടെ ഭാഷകളിൽ മനസ്സിലായി. ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു. ഇത് ആക്ട് ഓഫ് അപ്പോസ്റ്റൽസ്, പ്രവർത്തികളുടെ പുസ്തകം 2:6. ആ നിമിഷം വെറും അമാനുഷികമായിരുന്നില്ല,
അത് പ്രതീകാത്മകമായ ഒരു വിപരീതമായിരുന്നു. അവിടെ സംഭവിച്ചതിനെ ഇവിടെ റിവേഴ്സാക്കി ദൈവം മാറ്റി. അതായത് നമ്മുടെ ദൈവം സംയോജിപ്പിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം തകർത്തു കളയുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം സകലത്തിനെയും സംയോജിപ്പിക്കുന്ന ദൈവമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എവിടെ മനസ്സിലാക്കണമെന്ന് അറിയാമോ? നമ്മുടെ മലയാള ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. 1:5. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. ഈ വാക്യം യഥാർത്ഥത്തില് എബ്രായ ബൈബിളില് അങ്ങനല്ല കിടക്കുന്നത്. അവിടെ അവസാനിക്കുന്നത് യഖാദ് എന്നുള്ള ഒരു പദത്തിലാണ് ഈ വാക്യം എബ്രായ ബൈബിളില് തീരുന്നത്. കാരണം ദൈവമായ പിതാവ്, ഈ വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഇതിന്റെ സ്വതന്ത്ര പരിഭാഷ പറയാം. ദൈവമായ പിതാവ് എന്തു ചെയ്തു? ഈ വെളിച്ചം പകലെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അടുത്ത് പറഞ്ഞു, അത് ഇവിടം വരെ വരാവോളൂ. ഇരുളിന്റെ അടുത്ത് പറഞ്ഞു, സന്ധ്യ അടുത്ത് പറഞ്ഞു, നീ ഇവിടം വരെ വരാവോളും. അങ്ങനെ പറഞ്ഞാണ് ദൈവം അവിടെ ദൈവത്തിന് യഖാദ് എന്നുള്ളൊരു പദമുണ്ട്. യഖാദ് എന്നുള്ള പദം എന്തുവാ നമ്മൾ പഠിക്കുന്നത്? ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവം ഏകനാണ് എന്ന് നമ്മൾ പഠിച്ചു. യഖാദ്, ആ യഖാദാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ യഖാദ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവം സകലതിനെയും സംയോജിപ്പിക്കുന്ന ദൈവം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ആ യഖാദിന്റെ അകത്ത് 3 പേരുണ്ട്. ഒന്ന് ദൈവം, പുത്രൻ, പരിശുദ്ധ റൂഹ. എന്നാൽ അത് 3 അത് ഒന്നായിട്ടാണ്. അതായത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ 3 ഘടനകളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിത്വമാണ് ഇത് ഓരോന്നും. ദൈവം, പുത്രൻ, പരിശുദ്ധ റൂഹ, ഇത് ഓരോ വ്യക്തിത്വമാണ്. ആ ഓരോ വ്യക്തിത്വവും അടങ്ങുന്നതാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, ഏകനായ ദൈവം, യഖാദ്. ഇത് എബ്രായ ബൈബിളിലുണ്ട്. ഇത് നമ്മുടെ ബൈബിളിലില്ല, ഇംഗ്ലീഷ് ബൈബിളിലില്ല. ഇതിനകത്ത് ഭയങ്കരമായ ഒരു അർത്ഥമാണ്. ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാക്കലിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കി വരുന്നത് ബാബേലിന്റെ ആശയക്കുഴപ്പം ഒരു പൊതുഭാഷയിലൂടെയല്ല, മറിച്ച് ഒരു ആത്മാവിലൂടെ ഐക്യത്തിലേക്ക് വീണ്ടും ഇഴചേർക്കുന്നു. ആത്മാവ് ഭാഷകളെ നശിപ്പിച്ചിട്ടില്ല. ദൈവം ആ ഭാഷകളെ സ്നാനപ്പെടുത്തി. ഞാൻ ഈ സ്നാനപ്പെടുത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയി ഭാഷകളെ ഓരോന്നും ദൈവം ഇങ്ങനെ മുക്കി എടുത്തെന്നല്ല എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം ആ ഭാഷകളെ നശിപ്പിച്ചിട്ടില്ല. ദൈവം അതിനെല്ലാം വിശുദ്ധീകരിച്ചു എന്നർത്ഥം. ദൈവത്തെ സ്തുതിക്കുവാൻ ഓരോ ഭാഷയും ഓരോ രാജ്യങ്ങളെയും ഉപയോഗപ്പെടുത്തി എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ എല്ലാ നാവുകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. പക്ഷേ എബ്രായർ ഇപ്പോഴും വേരിന്റെ മാതൃക നിലനിർത്തുന്നു. അതായത് എബ്രായർ എന്ന് പറഞ്ഞ ആ കൂട്ടം, അവർ ആ ഭാഷയെ നിലനിർത്തുന്നു. ഇത് നമ്മുടെ നാളിലും അവർ അങ്ങനെ നിലനിർത്തുന്നു. എബ്രായയുടെ ഒരു പ്രവചനപരമായ ഉണർവ് വീണ്ടും ഉണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് നമ്മൾ പഠിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ യഹോവ മിശിഹായിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുന്നു. ആ യഹോവ മിശിഹായെ ആരാധിക്കുവാൻ നമ്മൾ ഈ ഭാഷ പഠിക്കുന്നു. നമ്മൾ സഫന്യാവ് 3:9 നമ്മൾ അടിസ്ഥാനപരമായ വെച്ചിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ, അടുത്തത് നമുക്ക് ചിന്തിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ലഷോൺ ഹാ കത്തോഷ്. ലഷോൺ ഹാ കത്തോഷ്. ഞാൻ ഇത് നമ്മുടെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഞാനിത് ഒന്നും കൂടെ പറഞ്ഞു തരുവാണ്. ലഷോൺ ഹാ കദോഷ് എന്ന് പറഞ്ഞ വിശുദ്ധമായ നാവ് എന്നാണ്. ഇത് എബ്രായ ഭാഷയെ പലപ്പോഴും ലഷോൺ ഹാ കദോഷ് എന്ന് വിളിക്കപ്പെടുന്നു. അതിനർത്ഥം വിശുദ്ധ നാവ് എന്നാണ്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ നോക്കാനുള്ളത് ഹീബ്രു എന്നുള്ള പേരിനെ കുറിച്ചാണ്. ഹീബ്രു എന്നുള്ള പദം ഇവ്രി എന്നാണ് പറയേണ്ടത്. നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ഹീബ്രു എന്ന് പറയുന്നത്. എബ്രായ ഭാഷയിൽ അതിന് ഇവ്രി എന്നാണ് പറയുന്നത്. അതായത് ഇവ്രി എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കടന്നു കടക്കുക എന്നതാണ്. കടന്നു കടക്കുക അല്ലെങ്കിൽ കടന്നു പോകുക എന്ന് അർത്ഥമുള്ള അവാർ എന്ന പദമാണ്. അവാർ എന്ന പദം, അവാർ എന്ന മൂലപദത്തിൽ നിന്നാണ് ഇവ്രി എന്നുള്ള പദം വരുന്നത്. അതായത് കടന്നു പോവുക എന്ന അർത്ഥമുള്ള അവാർ എന്ന പദത്തിൽ നിന്നാണ് കടന്നു കടക്കുക എന്ന അർത്ഥമുള്ള ഇവ്രി എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത്. അതായത് നമുക്ക് കാണുവാൻ കഴിയുന്നത് കൽദയരുടെ ഊരിൽ നിന്നും ശാരീരികവും ആത്മീയവുമായ കടന്നു പോക്കലാണ് അബ്രഹാമിലൂടെ സംഭവിച്ചത്. ഇത് നമുക്ക് അതുകൊണ്ടാണ് എബ്രായക്കാരനായ അബ്രഹാം എന്ന് വിളിക്കുന്നത്. ഈ പേര് ഭൂമിശാസ്ത്രപരമായ ഒരു യാത്രയെ മാത്രമല്ല, ആത്മീയമായ ഒരു യാത്രയും പ്രതിഫലിപ്പിക്കുന്നു. വിഗ്രഹ ആരാധനയിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിലേക്ക്, കുഴപ്പത്തിൽ നിന്നും ഉടമ്പടിയിലേക്കുള്ള ഒരു യാത്ര. ഓക്കെ, അടുത്തത് സൃഷ്ടിയുടെ ഭാഷ. ഞാൻ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞു, എന്തു പറഞ്ഞു? ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈ 22 അക്ഷരങ്ങൾ കൊണ്ടാണ്, അല്ലേ? അല്ലാതെ വെറും ഒരു രാസ സ്ഫോടനത്തിലൂടെയോ ഒരു ബിഗ് ബാങ് തിയറിയിലൂടെയോ ഒന്നുമല്ല. 22 അക്ഷരങ്ങളുടെ ബ്ലോക്കുകൾ ഉണ്ടാക്കി ആ ബ്ലോക്കുകളിലാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ അക്ഷരത്തിന്റെ പുറകിലും ഒരു ആത്മീയമായ നിർമ്മാണ ഘടകമുണ്ട്. നമ്മൾ ഈ 22 അക്ഷരങ്ങളും പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ ഈ ആത്മീയമായ നിർമ്മാണത്തിന്റെ ഘടകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ 22 അക്ഷരങ്ങളും കഴിയുമ്പോൾ അതെന്തായിരുന്നു എന്ന് നിങ്ങളെ കൂടുതലും കൂടി ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദാമിന്റെ ആ പേരിടൽ, ഏദൻ തോട്ടവും യഥാർത്ഥ ആ ഭാഷയുടെ ഒരു സംസാരവും അല്ലെങ്കിൽ രൂപപ്പെടുത്തൽ. ഏദനിൽ ആദാം മൃഗങ്ങൾക്ക്, ഉൽപ്പത്തി പുസ്തകം 2:19 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ആദാം എല്ലാ മൃഗങ്ങൾക്കും പേരിട്ടു. പൂർണ്ണ ആത്മീയ വ്യക്തത കൂടിയാണ് ആ ഭാഷയിൽ ആദാം ഓരോ മൃഗങ്ങൾക്കും പേരിട്ടത്. പാപത്തിലോ ആശയക്കുഴപ്പത്തിലോ ദുഷിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടം. എബ്രായ ഭാഷയുടെ ആദ്യകാല രൂപമാണെന്ന് പലരും അതിനെ വിശ്വസിക്കുന്നു. പലരും എന്ന് പറയുന്നത് ആരാണ്? എബ്രായ ഋഷിമാർ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ദ സേജസ് ഓഫ് ഹീബ്രു ലാംഗ്വേജ് എന്ന് പറയും. വാക്കുകൾ അവ എന്താണ്? ആദാം അവയെ പേരിട്ടപ്പോൾ ആ വസ്തുവിന്റെ സാരാംശത്തെ വെളിപ്പെടുത്തിയിട്ടാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ആദാം എന്നുള്ള വാക്ക്, അദമ എന്നുള്ള ഭൂമി എന്നുള്ള അർത്ഥം വരുന്ന ഒരു പേര്. അവയിൽ നിന്നും ദാം എന്നുള്ള ഒരു വാക്കുണ്ട്, രക്തം. അതിനെ കണക്ട് ചെയ്താണ് ആദാം എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത്. നമ്മൾ അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് മഹാപ്രളയം, അതേപോലെ തന്നെ നോഹയുടെ തലമുറകൾ, ബാബേൽ ഗോപുരം, അബ്രഹാമിലേക്ക് വരുമ്പോൾ എബ്രായ രാഷ്ട്രത്തിന്റെ പിതാവ് അവിടെ തുടങ്ങി. പിന്നെ ബാബിലോണിൻ അടിമത്വം,
ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയും. അതിലൂടെ എല്ലാം ഭാഷ ഈ കടന്നുപോയി. പരിശുദ്ധമാണ് പരിശുദ്ധ. എന്താണ് എന്താണ് സുനിത, ഞാൻ കേട്ടില്ല എന്താ പറയുന്നതെന്ന്. ഓക്കെ അത് ഓമന എന്നെ വിളിച്ചായിരുന്നു, അപ്പത്തേ ഞാൻ ലീവായി പോയി അങ്ങനെ. ഓക്കെ 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 അപ്പം നമുക്ക് ഈ ബാബിലോണിയൻ അടിമത്തം എന്ന് പറയുന്നത് BC 586 ഈ ബാബിലോണിയൻ അടിമത്തം വന്നത്. അവിടെ ആ കാലഘട്ടത്തിലൂടെയൊക്കെ എബ്രായ ഭാഷ എങ്ങനെ അതിജീവിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിക്കൽ ഹീബ്രു അല്ലെങ്കിൽ പാലിയോ ഹീബ്രു. ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുമല്ലോ, പാലിയോ ഹീബ്രു പാലിയോ ഹീബ്രു എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ക്ലാസിക്കൽ ഹീബ്രു എന്ന് പറയുന്നതിനെയാണ് പാലിയോ ഹീബ്രു എന്ന് പറയുന്നത്. അതായത് ഹീബ്രു എഴുത്തിന്റെ ആദ്യ രൂപത്തെയാണ് പാലിയോ ഹീബ്രു എന്ന് പറയുന്നത്. അത് ഫിനിഷ്യൻ ലിപിയോട് സാമ്യമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത് കോണീയവും പുരാതനവും ആഴത്തിലുള്ള പ്രതീകാത്മകവുമാണ്. ഈ ഓരോ അക്ഷരങ്ങളും മൺപാത്രങ്ങൾ, ചുരുളുകൾ, കല്ലുകൾ എന്നിവയുൾപ്പെടെയുള്ള ആദ്യകാല ലിഖിതങ്ങളിൽ ഈ ലിപി ഉപയോഗിച്ചിരിക്കാം. ഒന്നാമത്തെ ആലയം പണിഞ്ഞ കാലഘട്ടം, അതായത് ശലമോൻ പണിഞ്ഞ ആലയം, ആ കാലഘട്ടത്തിൽ പാലിയോ ഹീബ്രു എന്ന ലിപിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ പവിത്രമായ സ്വഭാവ രൂപങ്ങളും ഈ ലിപിയിൽ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ പിക്ടോഗ്രാഫിക് മീനിങ് അല്ലെങ്കിൽ പാലിയോ ഹീബ്രു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം ജൂതന്മാർ കടന്നു വന്നപ്പോൾ പലർക്കും ഈ ലാംഗ്വേജ് മറന്നു തന്നെ. കാരണം അവരവിടെ ഉപയോഗിച്ചിരുന്നത്, ആ ബാബിലോണിൽ പോയിരുന്നപ്പോൾ ആ ബാബിലോണിയനിലെ ഭാഷയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പേർഷ്യയിൽ പോയപ്പോൾ പേർഷ്യൻ ഭാഷ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ചിതറിപ്പോയ യഹൂദന്മാർ, പിടിച്ചുകൊണ്ടുപോയ യഹൂദന്മാർ അവരവരുടെ ദേശത്ത് പോകുന്ന ഭാഷയാണ് സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടുന്ന് ഇപ്പോൾ അമേരിക്കയ്ക്ക് കടന്നു പോകുന്ന ആൾക്കാര്, അവരുടെ മക്കള്, അവര് കടന്നുപോയ ആൾക്കാർ മലയാളം കുറച്ച് ഓർത്ത് വെക്കും, സംസാരിക്കും. അവരുടെ മക്കൾ, അവർക്ക് മലയാളം അറിയാവും. മലയാളം വീട്ടിൽ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷെ വീട്ടിൽ പറഞ്ഞാലും എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. ഇതേപോലെ തന്നെ ഇവർക്കും ഇത് സംഭവിച്ചു. പക്ഷേ അവിടെ അറിയാവുന്നവർ കുറച്ചു പേരുണ്ടായിരുന്നു. അവർ ഈ ഭാഷയെ സംരക്ഷിച്ചു. അവർ മുഖാന്തരം അവർ കടന്നു വന്നു. ആരാ? രണ്ടാം ദേവാലയ കാലഘട്ടത്തിൽ യസ്ര, നെഹമ്യാവ്, സെരുബാബേൽ, സക്രിയ, മലാക്കി, ഹഗായ്, ഇവരെല്ലാം കടന്നു വന്നിട്ട് എന്ത് ചെയ്തു? ഇവർ ഈ ഭാഷയെ വീണ്ടും പുനർക്രമീകരിച്ചു. അത് അന്ന് തൊട്ടപ്പുറത്ത് കിടന്ന രാജ്യമായിട്ടുള്ള അരാമിക് ഭാഷയുമായിട്ട്, ഇതും സെമറ്റിക് ലാംഗ്വേജ് ആണ്. അരാമിക്കും ഒരു സെമറ്റിക് വംശ ഭാഷയാണ്. ആ ഭാഷയിൽ നിന്നുമുള്ള ചില സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഇതിനെ ചതുരാകൃതിയിലുള്ള അക്ഷരമാക്കി ഇതിനെ മാറ്റി. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ചതുര ആകൃതിയിലുള്ള അക്ഷരമാക്കി ഇതിനെ മാറ്റി. അതാണ് പിന്നെ ഇവര് തോറകൾ എഴുതാൻ, അവരുടെ ഈ ചുരുളുകൾ എഴുതാൻ തുടങ്ങിയത്. ഈ കാലഘട്ടം അത് കുറച്ച് കഴിഞ്ഞ് വന്നു. പിന്നെയും ഇതിന് ഒരുപാട് മാറ്റങ്ങൾ ഇതിന് വന്നു. അത് ഞാൻ പറയാം. അപ്പൊ ആ സമയത്ത് പ്രാർത്ഥനാ പുസ്തകങ്ങളും അവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങളും ഒക്കെ എഴുതാൻ ഈ ലിപി ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് റാഷി ശൈലി ലിപി എന്ന് പറഞ്ഞ മറ്റൊരു പ്രസ്ഥാനം വന്നു. റാഷി ശൈലിയിലുള്ള ലിപി. റാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യകാല വക്താവായ റാഷിയുടെ പേരിലാണ് ഈ ലിപി വന്നത്. അതായത് ഈ അച്ചടി ഉണ്ടായല്ലോ, അച്ചടി കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ ഇവർ ഒരുപാട് പുസ്തകങ്ങൾ, ഇവരുടെ ഓറൽ ട്രഡീഷൻ എന്ന് പറയും. അതായത് അതിനെ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോ വേദപുസ്തകം,
ഒന്നേ ഉള്ളൂ അല്ലേ? അല്ലെ, ഒന്നല്ലേ ഉള്ളൂ ഓമനെ? ഒന്നല്ലേ ഉള്ളൂ? അതോ മൂന്നെണ്ണം ഉണ്ടോ? ഒന്നല്ലേ ഉള്ളൂ? സത്യമാണോ ഞാൻ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണോ? ആരെങ്കിലും അതിനോട് എന്തെങ്കിലും വിയോജിപ്പ് പറയാനുണ്ടോ? വേദപുസ്തകം ഒന്നാണ്, അല്ലെങ്കിൽ വേറെ മൂന്നോ നാലോ ഉണ്ടെന്നുള്ളത് ആരും പ്രതികരിക്കുന്നില്ല. ഓക്കെ, ഒന്ന് തന്നെ വേദപുസ്തകം ഉള്ളൂ. വേദപുസ്തകം ഒന്നാണ് എന്ന് നമുക്കറിയാം. ശരിയാണ്, ഒന്നാണ്. അത് പല പല ഉം. പുസ്തകങ്ങളുടെ ക്രോഡീകരണമാണ് ഒരു പുസ്തകമായിരിക്കുന്നത്. എന്നാൽ യഹൂദനെ സംബന്ധിച്ച് അവർക്ക് എഴുതപ്പെട്ട വേദപുസ്തകമുണ്ട്. എന്നാൽ ഓറൽ ട്രഡീഷനിലുള്ള, അതായത് ഇങ്ങനെ പറഞ്ഞ് 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 പഠിപ്പിച്ചിരിക്കുന്ന ഒരു വേദപുസ്തകത്തിന്റെ വേറൊരു രൂപവും കൂടെ ഉണ്ട്. കാരണം അവര് എഴുതപ്പെട്ട വേദപുസ്തകത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് അവർ ഈ ഓറൽ ട്രഡീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന പുസ്തകവും കൂടെ അവർ നോക്കും. അത് പിന്നെ പുസ്തകങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 1800ഓളം പുസ്തകങ്ങളാണ്. 1800ഓളം പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളും കൂടെ അവർ റെഫർ ചെയ്തിട്ടാണ് അവർ കാര്യങ്ങളെ വ്യക്തതയോടെ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ചെങ്കടൽ കടന്ന് പോകുന്ന ആ സമയത്തുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നത് കൂടുതലും അവരുടെ മിഷ്ന വഴിയാണ്. നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെങ്കടൽ വിഭാഗിച്ച് കടന്നു പോയി എന്നൊക്കെയായിരുന്നു. പക്ഷെ ചെങ്കടലൊന്നും അവിടെ അങ്ങനെ ചുമ്മാതെ അങ്ങനെ വിഭജിച്ചൊന്നും പോയില്ല. അവിടെ ദൈവത്തിന്റെ കരം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അതിനെ വലിച്ചു മാറ്റി അതിന്റെ നടുവിലൂടെ അവർ പോയി. അങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അവർ കണ്ടു, അവരുടെ കണ്ണുകൊണ്ട് ഇസ്രായേൽ ജനം കണ്ടു കരം വന്ന് വലിച്ചു മാറ്റുന്നത്. അത് കണ്ടു, ഫറവോനും സൈന്യവും കണ്ടു. അവർ കണ്ടു അവർ ദൈവത്തിന്റെ കരം. അവര് അതുവഴി നടന്നു, വരണ്ട നിലത്തിലൂടെ നടന്ന് അപ്പുറത്ത് ചെന്നു. അപ്പുറത്ത് ചെന്നപ്പോ എന്ത് സംഭവിച്ചു? തപ്പെടുത്ത് നൃത്തം ആരംഭിച്ചു, ആരാധന സ്റ്റാർട്ട് ചെയ്തു. നിർത്താൻ പറ്റിയില്ല. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം പറ്റിയില്ല. അവർക്ക് കഴിയത്തില്ല. അവർ കണ്ടു, കാണേണ്ടത് കണ്ടപ്പോൾ അവർക്ക് നിർത്താൻ പറ്റുന്നില്ല ആരാധന. അത് കടന്ന് 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 പോയി. 47, 48 ദിവസവും കഴിഞ്ഞു പോയി. 50-ാമത്തെ ദിവസം ദൈവം അവർക്ക് എന്തു കൊടുത്തു? സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവത്തിന്റെ വചനം അവർക്ക് കൊടുത്തു. ഷവൂത്ത്. യേശു കർത്താവ് മരിച്ചു. 50 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ തിരുവചനം ഇറക്കി ആ അടിസ്ഥാനത്തിന്മേൽ മറ്റൊരു കാര്യം കൂടെ പണിയുന്നു. അതാണ് സഭ. അതാണ് സഭ. ഞാൻ ബൈബിൾ പഠിപ്പിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ പഴയ നിയമം എന്ന് പറയുന്നത് തെറ്റാണ്. അതൊരു പ്രിന്റിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടും ഇതിനെ പുസ്തകങ്ങൾ രണ്ടും വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു ടെർമിനോളജിയാണ് പഴയ നിയമം, പുതിയ നിയമം. ഒറ്റ നിയമമേ ഉള്ളൂ, ഒരു പുസ്തകമേ ഉള്ളൂ. ദൈവം ഏകനാണ്. അപ്പൊ ഒറ്റ പുസ്തകമേ ഉള്ളൂ, 2 പുസ്തകമായിട്ടൊന്നും ഇല്ല. അത് ആധുനിക കാലഘട്ടത്തില് അതിന്റെ മനസ്സിലാക്കലിന് വേണ്ടിയിട്ടാണ് ഇത് പഴയതും ഇത് പുതിയതും കോളങ്ങൾ തിരിച്ച് തിരിച്ച് വാക്യമായിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നത്. ഇതല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഗീതം നിങ്ങൾക്കറിയാമോ? എബ്രായ ഭാഷ എന്ന് പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സംഗീതമാണ്, ഒരു പാട്ടാണ്. സങ്കീർത്തനം പോലെ. അതായത് ഈ നിങ്ങൾ ഇതിന്റെ തിയോളജി ആഴത്തിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചോൽപത്തി എന്നാണ് പറയുന്നത്, പ്രപഞ്ചോൽപത്തി ഗാനം എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തെ പറയുന്നത്. ഒരു പാട്ടാണ് ഇത്, ഫുൾ ഇങ്ങനെ പാട്ട്. ബരശീത്ത് ബാരായത്ത് യെലോഹീം, ഇങ്ങനെ പാട്ടാണിത്. അത് ഞാൻ പാടിയത് വെറും കാലരാഗത്തിലാണ്. പക്ഷെ യഥാർത്ഥ പാട്ട് നിങ്ങൾ കേൾക്കണം. യഹൂദന്മാർ പാടുന്ന പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അന്തിച്ചു പോകും. അപ്പോൾ ഇതൊരു പാട്ടാണ്. ഈ ഭാഷ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അത്രയ്ക്കും സൗന്ദര്യമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വളരെ സ്നേഹത്തോട് മൃദുവായിട്ട് ഒരു പാട്ട് രൂപേണയാണ് നമ്മളോട് പറയുന്നത്. അല്ലെ, ഒരു പാട്ടിലൂടെ
നമ്മളൊരു പാട്ട് കേട്ടാൽ എന്തായിരിക്കും? നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് നമ്മൾ കണ്ണടച്ചിരിക്കും, നമ്മൾ ആസ്വദിക്കും അല്ലെ? അതാണ് ദൈവത്തിന്റെ ശബ്ദം, അതാണ് ദൈവത്തിന്റെ സ്വരം. പക്ഷെ നമ്മൾ ഇതിനെല്ലാം വേറൊരു തലത്തിലാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വന്നത്. ഓക്കെ, ഞാൻ റാഷി സമ്പ്രദായത്തിലേക്ക് വരാം. അപ്പം റാഷി സമ്പ്രദായം എന്ന് പറഞ്ഞത് അത് റബാനിക് ആയിട്ടുള്ള സാഹിത്യങ്ങളും മറ്റും എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലിപിയാണ്. ആ ലിപിയെല്ലാം ഞാൻ നമ്മുടെ യൂട്യൂബിൽ ചില വീഡിയോകളിൽ ഞാൻ അതിന്റെ സ്ലൈഡുകൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പുതിയ ആൾക്കാര് അതെല്ലാം പോയിട്ട് കാണണം. ഞാൻ അതെല്ലാം പേര് ചേർത്ത് എഴുതി അതിൻ്റെ തൊണ്ട് നമ്മുടെ ഓരോ അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങൾ നിങ്ങൾ നോക്കി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദ്യകാല ഹീബ്രു, അതായത് ഞാൻ നേരത്തെ പഠിപ്പിച്ചു, ബൈബിൾ ഹീബ്രു ഉണ്ട്, മിഷ്നായ്ക്ക് അതായത് റബ്ബാനിക് ഹീബ്രു ഉണ്ട്, മധ്യകാല ഹീബ്രു ഉണ്ട്, ആധുനിക ഹീബ്രു. 19-ാം നൂറ്റാണ്ടിന്റെയും 20-ാം നൂറ്റാണ്ടിന്റെയും തുടക്കത്തിൽ, 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും എലിയസർ ബെൻ യഹൂദ ആണ് ഈ ആധുനിക മോഡേൺ ഹീബ്രു ലാംഗ്വേജിനെ പുതിയതായിട്ട് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചത്. കാരണം അവരെവിടെയായിരുന്നു? അവരും ചിതറിക്കപ്പെട്ടു. യേശു കർത്താവിന്റെ മരണത്തിന് ശേഷം AD 70-നും 100-നും ഇടയ്ക്ക് അവരെല്ലാവരും ചിതറപ്പെട്ടു. ഈ ലോകത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ ജനം ചിതറപ്പെട്ടു. എന്നിട്ട് അവരെല്ലാവരും തിരിച്ച് കടന്നു വന്നു. ആ കടന്നു വന്ന സമയത്ത് അവരുടെ മധ്യത്തിലുണ്ടായിരുന്ന എലിയാസർ ബെൻ യഹൂദ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇന്ന് കാണുന്ന മോഡേൺ ഹീബ്രു അല്ലെങ്കിൽ ആധുനിക ഹീബ്രുവിനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചത്. ആ ആധുനിക ഹീബ്രു നമ്മൾ ഇന്ന് അവിടെ ഇസ്രായേലിൽ സംസാരിക്കുന്ന ഭാഷയില് പല ലോകത്തുള്ള പല വാക്കുകളും അവർ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ അവർ വചനം സംസാരിക്കുമ്പോൾ, വചനത്തിലോട്ട് നോക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ അവർ ആദ്യത്തെ ഒരു കേടും വരാത്ത ശുദ്ധമായ ഭാഷയിലേക്കാണ് അവർ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ മലയാളികളാണ്, ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാം മലയാള. നമ്മുടെ മലയാളത്തില് മോശമായ വാക്കുകളുണ്ടോ? മോശമായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ പല ദേശത്തില് അല്ലെ, പല ദേശത്തില് സംസാരിക്കുന്ന ഭാഷകൾ വ്യത്യാസമാണ്. അത് മോശമായി എടുക്കുന്നവരും. അതല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെയാണ്. മോശമായ വാക്കുകളുണ്ടോ എന്നാ ഞാൻ ചോദിച്ചു. മോശമായ മലയാളത്തിൽ ആ ഇല്ലേ? ഇല്ല. ആര് പറഞ്ഞു? മോശമായ എത്രയോ വാക്കുകളുണ്ട്. അത് നിങ്ങള് മീൻ മാർക്കറ്റിൽ പോണം, അല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കറി മേടിക്കുന്ന സ്ഥലത്തൊന്ന് പോയാൽ നിങ്ങൾ ഒന്ന് ആ പച്ചക്കറി കടക്കാരൻ്റെ അടുത്ത് ഒന്ന് ദേഷിച്ച് പറഞ്ഞു നോക്കിയേ, അയാൾ നല്ല ഗ്രാമീണ ഭാഷ പറഞ്ഞായിരുന്നു. മനുഷ്യർ ഉപയോഗിക്കുന്നത് അങ്ങനെ നല്ല ഗ്രാമീണ ഭാഷ പറഞ്ഞു തരാറ്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ടുള്ള ഭാഷകൾ പറഞ്ഞു. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു കോളേജിലും പഠിക്കുമ്പോൾ. ഞാൻ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കും, ഈ പുതിയ ഏതെങ്കിലും അറിവ് നിനക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അവൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുമ്പോൾ നമ്മൾ ചിരിച്ച് താഴെ വീഴുകയും ചെയ്ത് നമ്മൾ അത്ഭുതപ്പെടുകയും, ഇവനിത് എങ്ങനെ ഉണ്ടാക്കുന്നു ഇതൊക്കെ എന്നുള്ള ചിന്ത. പക്ഷേ ലോകത്ത് ഒരു ഭാഷയ്ക്ക് മാത്രം ഈ കുഴപ്പമില്ല. ഈ ഗ്രാമീണ ഭാഷ ഇല്ലാത്ത ഒരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് എബ്രായ ഭാഷ. ഇംഗ്ലീഷിനുണ്ട്, തമിഴിനുണ്ട്, മലയാളത്തിനുണ്ട്, എല്ലാ ഭാഷയ്ക്കും ഗ്രാമീണ ഭാഷയുണ്ട്. പക്ഷെ ഈ ഭാഷയ്ക്ക് ഗ്രാമീണ ഭാഷയില്ല. കാരണം ഈ ഭാഷ സംസാരിച്ചത് ദൈവമാണ്. മറ്റു ഭാഷകൾ ഉണ്ടായത് മനുഷ്യന്റെ അഹങ്കാരത്തില്, മനുഷ്യന്റെ
ഞാൻ മാത്രം വലുത് എന്ന് ചിന്തിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടതാണ് മറ്റു ഭാഷകൾ. ബാബേലിന്റെ താഴ്വരയിൽ നിന്നും, അല്ലെങ്കിൽ ബാബേലിന്റെ താഴെ, അല്ലെങ്കിൽ ബാബേൽ ഗോപുരത്തിന്റെ മുകളിൽ നിന്നും ഉണ്ടായ അനേക ഭാഷകളുണ്ട്. അതിനെല്ലാം വൃത്തികെട്ട വാക്കുകളുണ്ട്. മനുഷ്യനെ മുറിവേൽപ്പിക്കുന്ന വൃത്തികെട്ട ഭാഷ. പക്ഷേ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയ്ക്ക് യാതൊരു തരത്തിലെ മനുഷ്യനെ മുറിവേൽപ്പിക്കുന്ന ഭാഷയില്ല. മനുഷ്യനെ മുറിവേൽപ്പിക്കുന്ന ഭാഷയില്ല. മനുഷ്യനെ നവീകരിക്കുന്ന ഭാഷയുണ്ട്. മനുഷ്യനെ പുതുക്കുന്ന ഭാഷയുണ്ട്. മനുഷ്യനെ പുനർക്രമീകരിച്ച് പണിയുന്ന ഭാഷയുണ്ട്. മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് ഈ ഭാഷ. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ 4-ാമത്തെ അധ്യായവും ഞാനിവിടെ പൂർണ്ണമാക്കുന്നു.